ഇന്നത്തെ നമ്മുടെ വേദഭാഗം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. സാധാരണ മതങ്ങളെ സംബന്ധിച്ച്, വിജാതീയരെ സംബന്ധിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം ഒരു വലിയ സർവശക്തനായിരിക്കുന്ന സൃഷ്ടാവ് എന്നുള്ള നിലയിലാണ്. ഒരു വലിയ ശക്തി, അദൃശ്യ ശക്തി, വ്യക്തിപരമായി തങ്ങളുടെ അടുത്ത് വരാത്ത ഒരു ശക്തി, തങ്ങളുടെ ജീവിതത്തെ ഏത് നിലയിലും പീഡിപ്പിക്കുകയോ അനുഗ്രഹം നൽകുവാനോ കഴിയുന്ന ഒരു വലിയ ശക്തി. ആ ശക്തിയെ പ്രസാദിപ്പിക്കുക, അല്ലെങ്കിൽ അവൻ്റെ ക്രോധം ശമിപ്പിക്കുക, ഈ കാര്യം ഉൾപ്പെടുന്നതാണ് അവരുടെ ചിന്തയുടെയും ഭക്തിയുടെയും അന്തസത്ത. എന്നാൽ അതിൽ നിന്ന് വളരെ മുമ്പോട്ട് പോയി ഏക സത്യദൈവം, ഗോഡ് ഹു ഈസ് പേഴ്സണൽ, വ്യക്തിപരമായിട്ടുള്ളൊരു ദൈവം, ഗോഡ് ഹു ഈസ് ദ സുപ്രീം മോറൽ ലോ ഗിവർ, ഉന്നതനായിരിക്കുന്ന ധാർമ്മിക നിയമദാതാവ്, മനുഷ്യനോട് ആ ദൈവം അനുസരണവും നീതിയും ന്യായവും ആവശ്യപ്പെടുന്നു എന്നുള്ള നിലയിൽ കൂടുതൽ ഉത്തമമായിരിക്കുന്ന ഒരു ബോധ്യം ദൈവത്തെക്കുറിച്ച് യഹൂദ ജനത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ ഭക്തിയുടെ സാരാംശം സാധാരണ വിജാതീയരിൽ നിന്ന് വ്യത്യസ്തമായി, വിജാതീയർക്കത് ക്രിയേറ്റർ ക്രിയേച്ചർ റിലേഷൻ, സൃഷ്ടാവ് സൃഷ്ടി എന്നുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ, യഹൂദരെ സംബന്ധിച്ചിടത്തോളം ആ ബന്ധം അവർക്ക് നിയമം നൽകുന്ന, അവരോട് അതിനനുസരണം ആവശ്യപ്പെടുന്ന കർത്താവ്, ദ ലോർഡ്, കർത്താവ്, മാസ്റ്റർ, യജമാനൻ, അതുപോലെ അവർ അനുവർത്തിക്കുന്ന ദാസൻ എന്നുള്ള നിലയിൽ ലോർഡ് സെർവൻ, മാസ്റ്റർ സെർവൻ, യജമാനൻ ദാസൻ എന്നുള്ളൊരു ബന്ധമാണ് അവരുടെ ഭക്തിയുടെ അന്തസ്സത്തിലുണ്ടായിരുന്നു. ഇതിൽ നിന്ന് വിഭിന്നമായി യേശു കർത്താവ് ഭൂമിയിൽ വന്ന് ആദ്യമായിട്ട് മനുഷ്യനെ, ഈ അകന്നിരിക്കുന്ന അദൃശ്യനായിരിക്കുന്ന ഈ ദൈവത്തെ, ഒന്നുകിൽ ആളുകൾ ഭയപ്പെടുന്നവൻ, അല്ലെങ്കിൽ അടുത്തു വരുവാൻ കഴിയാതെ വണ്ണം അവിശുദ്ധമായിരിക്കുന്ന ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥലത്തേക്ക് അടുത്തു വരുവാൻ അർഹത നഷ്ടപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെ ബോധത്തിലേക്ക് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണെന്നുള്ള ബോധം നൽകുകയും, യു ക്യാൻ കോൾ ഹിം എ ഫാദർ, ദൂരത്തായിരിക്കുന്ന ഒരു ഭീതിപ്പെടുത്തുന്ന ദൈവമല്ല, ഇറ്റ്സ് മോർ ലൈക്ക് എ ഫാദർ, അവനൊരു ദൈവം, ആ ദൈവം നിങ്ങൾക്ക് പിതാവാണ്, നിങ്ങൾക്ക് അവനെ പിതാവെന്ന് വിളിക്കുവാൻ കഴിയും എന്നുള്ള നിലയിൽ ആദ്യമായി മനുഷ്യനെ പിതാവെന്ന് വിളിപ്പിക്കുവാൻ മനുഷ്യനോട് ആവശ്യപ്പെട്ടത് യേശു കർത്താവാണ്. താനങ്ങനെ മനുഷ്യനോട് ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാനായിട്ട് മനുഷ്യനെ പഠിപ്പിക്കുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ ആ പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം തെളിയിക്കുകയാണ് ചെയ്തത്. യേശു കർത്താവിൻ്റെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ആകത്തുകയിൽ എടുത്തു പറയാവുന്നൊരു കാര്യം, ഇറ്റ്സ് പ്രൂവിങ്, മാനിഫെസ്റ്റിംഗ് ദ റിലേഷൻ ഓഫ് ദ ഫാദർ വിത്ത് ദ സൺ. ആ പിതാവും പുത്രനുമായിരിക്കുന്ന ബന്ധത്തിൻ്റെ ഒരു വലിയ പ്രതീകമായിരുന്നു യേശു കർത്താവിൻ്റെ ജീവിതം. താൻ ആ ബന്ധം ജീവിച്ച് തെളിയിക്കുക മാത്രമല്ല, പിതൃപുത്ര ബന്ധം മനുഷ്യർക്ക് ലഭ്യമായ തക്കവണ്ണം ആ ബന്ധത്തെ തൻ്റെ മരണ പുനരുത്ഥാനത്തിൽ കൂടി താൻ സ്ഥാപിക്കുകയും കൂടെ ചെയ്തു. യേശു കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തിൽ കൂടി കർത്താവ് സ്ഥാപിച്ചെടുത്തൊരു കാര്യം, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യനെ തന്നിൽ നിരപ്പിച്ച ശേഷം താൻ മുഖാന്തരം ഒരു ബന്ധം അവരിൽ സ്ഥാപിച്ചു. ഗോഡ് ദ ഫാദർ, പിതാവായിരിക്കും ദൈവം, മനുഷ്യരെ മക്കളാക്കി തീർക്കുന്നൊരു ബന്ധം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. വാസ്തവത്തിൽ യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവത്തിൽ നിന്നൊരു ജനനം നടക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് പുതുജനനം, വീണ്ടും ജനനം എന്ന് പറയുന്നത്. ആ വീണ്ടും ജനനത്തിൽ കൂടി നാം ദൈവത്തിൻ്റെ മകനായി തീരുകയാണ്, മകളായി തീരുകയാണ്. അങ്ങനെ ദൈവമക്കളെല്ലാവരും അവനെ പിതാവെന്ന് വിളിക്കുന്നവരാണ്. അതുപോലെ ആ പിതാവിൻ്റെ മക്കളാണ് നാം എല്ലാവരും. എന്നാൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഗലാത്യയിലെ വിശ്വാസികൾ, അവരെ സംബന്ധിച്ചുള്ളവർ ദൈവമക്കളായിരിക്കുമ്പോൾ തന്നെ അവരുടെ മതപശ്ചാത്തലം, മാസ്റ്റർ സെർവൻറ്റ്, യജമാന ദാസ്യ ചിന്തയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അവർ വരിക നിമിത്തം അവർ മക്കളാണെങ്കിലും അവർ ജീവിച്ചിരുന്ന ജീവിതം, അവരുടെ ഭക്തിയുടെ സങ്കല്പം ഈ നിലയിലായിരുന്നു. ഒരു ദൈവത്തെ ഒരു യജമാനനായി കണ്ടുകൊണ്ട് ഒരു ദാസ്യത്തിൻ്റെ ജീവിതമായിരുന്നു. ദൈവ ഭക്തിയിലുള്ള ജീവിതത്തിൽ ദൈവം അവർക്ക് നൽകിയിരുന്ന അനുഗ്രഹത്തിലേക്ക്, പ്രവേശനത്തിലേക്ക്, ബന്ധത്തിലേക്ക് പ്രവേശിക്കാതുള്ള
ഒരു ദാസ്യത്തിൻ്റെ ജീവിതം. അവരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പുത്രത്തിൻ്റെ ആത്മാവാണ്, ദാസ്യത്തിൻ്റെ ആത്മാവല്ല. എന്നിരുന്നാൽ തന്നെയും അവരുടെ ചിന്താഘടനയിൽ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ പോയിരുന്നു. എന്താണ് ഒരു സെർവൻറ്റ് ലൈഫ്? ഒരു ദാസൻ്റെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു ദാസനെ ദാസനാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, അവനവൻ്റെ ഭവനത്തിൽ അവൻ്റെ യജമാനെ സേവിക്കുമ്പോൾ അവൻ സേവിക്കുന്നത് ഒരു കിൻഷിപ്പിൽ നിന്നല്ല. ദാസൻ യജമാൻ്റെ ബന്ധുവല്ല, ഒരു ബന്ധത്വത്തിൽ നിന്നല്ല അവൻ യജമാനെ സേവിക്കുന്നു. അവനെ സമയത്തോളം അവൻ്റെ സേവനത്തിൻ്റെ ഘടകം ലീഗൽ ആൻഡ് കോൺട്രാക്ച്വൽ, നിയമപരവും കരാർ പ്രകാരവുമുള്ളതാണ്. ഒരു കിൻഷിപ്പല്ല, ഒരു ബന്ധമല്ല അവനുള്ളത്. അവൻ തൻ്റെ സേവനത്തിൽ അവൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകം തൻ്റെ പ്രവൃത്തിയാണ്. തൻ്റെ യജമാനുള്ള ബന്ധത്തെക്കാൾ അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രവൃത്തിയോടാണ്. അതുപോലെ തന്നെ ഒരു ദാസനെ സമയത്തോളം അവൻ്റെ ആകർഷണം അവൻ്റെ പ്രതിഫലമാണ്. ഒരു ദാസനും വെറുതെ ജോലി ചെയ്യുന്നില്ല. ദാസനെ സമയത്തോളം ജോലി ചെയ്യുന്നത് റിവാർഡിന് വേണ്ടിയാണ്, പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ്. എപ്പോൾ പ്രതിഫലം ഇല്ലാതെ വരുമ്പോൾ, പ്രതിഫലം കുറയുമോ, അവൻ ജോലി വിട്ടേച്ച് പോകും. അപ്പോൾ അവൻ്റെ പ്രവൃത്തിയോട് അവനെ ബന്ധിപ്പിക്കുന്ന കാര്യം വാട്ട് ഹി ഗെറ്റ്സ് ഔട്ട് ഓഫ് ഇറ്റ്, അതിൽ തനിക്ക് എന്ത് ലഭിക്കും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഒരു ദാസൻ വേല ചെയ്യുന്നത്. അതുമാത്രമല്ല, ദാസൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് യേശു കർത്താവ് തന്നെയും പറഞ്ഞ കാര്യം, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ലല്ലോ. ദാസൻ ആ വീട്ടിലൊരു പെർമനൻ്റ് ഇൻട്രസ്റ്റ് ഇല്ല. യജമാൻ്റെ ഭവനത്തിൽ ഒരു താൽക്കാലിക താല്പര്യം മാത്രമേ അവനുള്ളൂ. ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു ഘട്ടത്തിന് ശേഷം അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. യജമാൻ്റെ ഭവനത്തിൽ അവൻ സേവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഹി ഹാസ് ഹിസ് ഓൺ ഹൗസ് ആൻഡ് ഇൻട്രസ്റ്റ്. അവന് തൻ്റെ ഭവനവും തൻ്റെ താല്പര്യങ്ങളുമുണ്ട്. തന്നെ ചുറ്റിപ്പറ്റുള്ളൊരു ജീവിതം വേറെ അവനുണ്ട്. അതിനാൽ തന്നെ യജമാൻ്റെ ഭവനത്തിൽ, യജമാൻ്റെ താല്പര്യങ്ങളിൽ, യജമാനുള്ള കാര്യത്തിൽ ആത്യന്തികമായിരിക്കുന്നൊരു താല്പര്യം അവനില്ല. താൽക്കാലിക താല്പര്യം മാത്രമേ ഉള്ളൂ. ആ താല്പര്യം തന്നെയും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യമാണ്. അവൻ യജമാൻ്റെ ഭവനത്തിൽ അങ്ങൊരു പ്രവൃത്തിയില്ലെന്ന് മാത്രമല്ല, അവനവിടെ ഒന്നും ലഭിക്കത്തില്ല. അവനൊന്നിനും അർഹതയില്ല. അവൻ അവകാശങ്ങളിൽ, ഇൻഹെറിറ്റൻസിൽ, അത് മക്കൾക്ക് മാത്രമേ ഉള്ളൂ. ദാസനെ സമയത്തോളം അവകാശമില്ല എന്നവൻ അറിയാം. അതിനോട് ബന്ധിച്ച് ദാസൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കർത്താവ് തന്നെ പറഞ്ഞ ഈ കാര്യമാണ്, യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് അവൻ അറിയുന്നില്ല. ദാസൻ തന്നെ ഏൽപ്പിക്കുന്ന പ്രവൃത്തി കൃത്യമായിട്ട് ഏൽപ്പിക്കുന്നു. ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നു, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നു. ബട്ട് ഹി ഡസൻറ്റ് നോ വാട്ട് ഈസ് ബിയോണ്ട് ദാറ്റ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? യജമാനൻ തൻ്റെ ഹൃദയത്തിലുള്ള ഉദ്ദേശങ്ങൾ എന്താണ്? യജമാനെ വ്യക്തിപരമായിട്ട് തന്നെ സംബന്ധിച്ച കാര്യങ്ങളോ, താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ യജമാൻ്റെ ഉദ്ദേശങ്ങളോ, ഈ കാര്യങ്ങൾ അറിയാതെ കൊണ്ട് ആ ബന്ധമില്ലെന്ന് മാത്രമല്ല, തനിക്ക് ആകെ ആ ഭവനത്തിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. യജമാൻ്റെ ഹൃദയം, ചിന്ത, യജമാൻ്റെ ഭാവി പദ്ധതികൾ, ഈ കാര്യങ്ങൾ ദാസൻ ആകമാനം ബ്ലൈൻഡാണ്. കാര്യങ്ങളൊന്നും അവൻ അറിയത്തില്ല. ഈ നിലയിലാണ് ഒരു ദാസൻ്റെ ജീവിതം. വാസ്തവത്തിൽ ചിന്തിച്ചാൽ ഇത് ഗലാത്യ വിശ്വാസികളുടെ പ്രശ്നം മാത്രമല്ല. നാം സാധാരണ വിശ്വാസികളെ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം വിശ്വാസികൾ സർവ്വസാധാരണമായിട്ട് കാണുവാനായിട്ട് കഴിയും. പിതാവായ ദൈവത്തെ അവർ വിളിക്കുന്നതിന് തിരുമേനി, യജമാനനെ എന്നൊക്കെയാണ് വിളിക്കുന്നതിന്. അവരുടെ മനസ്സിൽ തന്നെയും ദൈവത്തോടൊരു പിതൃബന്ധത്തിലുപരി ഒരു യജമാന ബന്ധമാണുള്ളത്, ഒരു അധികാര ബന്ധമാണുള്ളത്. ക്രിസ്തീയ വിശ്വാസികൾ ഒരടുത്ത് ചെല്ലുമ്പോൾ തന്നെ ആ കിൻഷിപ്പിൽ, ആ ബന്ധത്തിൽ ചെല്ലാതെ ഇപ്പോഴും പുതിയ നിയമവിശ്വാസികളായിരിക്കുമ്പോൾ, ദൈവമക്കളായിരിക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിൻ്റെ ആത്മാവിൽ, അക്ഷരത്തിൽ, ആ പശ്ചാത്തലത്തിലാണ് അധിക പങ്ക് വിശ്വാസികളും ജീവിക്കുന്നത്. ആ ഭവനത്തിലെ മൂത്തപുത്രൻ അതാണ് കാണിക്കുന്നത്. ഇളയപുത്രൻ ഇറങ്ങിപ്പോയി, മൂത്തപുത്രൻ വീട്ടിനകത്ത് തന്നെയാണ്. അവൻ എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യുന്നു, ജോലിയൊക്കെ ചെയ്യുന്നു, വയലിലെ കാര്യങ്ങളും ചെയ്യുന്നു, ഭവനത്തിലെ ഉത്തരവാദിത്വം എടുക്കുന്നു, അപ്പൻ പറയുന്നതെല്ലാം അനുസരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ അവൻ്റെ മുഖത്ത് നോക്കിക്കേ, സോ ലോങ് ഫേസ്ഡ്, ഒരു നീണ്ട മുഖം, വീർത്ത മുഖം, വിഷാദഭാവം. ഓൾമോസ്റ്റ് ഹി നെവർ ടോക്സ് വിത്ത് ദ ഫാദർ. പിതാവിനോട് എത്ര ബന്ധം കുറവാണ്, വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ, പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നാം കാണുന്ന ഹി ഗ്രംബിൾസ്, പിറുപിറുപ്പ്, പരാതി, മുറുമുറുപ്പ് അവൻ്റെ സ്വഭാവത്തിൽ നാം കാണുന്നു. മാത്രമല്ല, പിതാവിൻ്റെ സന്തോഷമല്ല അവൻ്റെ സന്തോഷങ്ങൾ, പിതാവിൻ്റെ ദുഃഖങ്ങളല്ല അവൻ്റെ ദുഃഖങ്ങൾ. ഇളയപുത്രൻ ഇറങ്ങിപ്പോയപ്പോൾ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ വ്യഥ അവൻ വാസ്തവത്തിൽ അറിഞ്ഞില്ല. മകൻ മടങ്ങി വന്നപ്പോൾ പിതാവിൻ്റെ സന്തോഷം അവൻ അറിഞ്ഞില്ല. അവൻ നേരെ നിന്ന് പിതാവിനോടല്ല ചോദിക്കുന്നത്, വേലക്കാരോടാണ് ചോദിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ഹൗസ്, ഈ വീട്ടിൽ നടക്കുന്നത് എന്താണ്?
പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ താളത്തിനൊത്ത് നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ സേവനം ഭാരിച്ചതാണ്, പരാതി കൊണ്ട് നിറഞ്ഞതാണ്. ഒരുപാട് പരാതികൾ നിറഞ്ഞ അവൻ്റെ ജീവിതം. അതെ, അതുമാത്രമല്ല, ദാസ്യമനോഭാവത്തിൽ സേവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടും? പ്രതിഫലമാണ് അവരുടെ ഇച്ഛ. തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമോ, തങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമോ, വീട് പണിയാൻ പറ്റുമോ, നേട്ടങ്ങൾ കിട്ടുമോ, വിസ കിട്ടുമോ, ഒരുപാട് വാട്ട് ദി കൻ ഗെറ്റ്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ആ ഭവനത്തിലെ അവകാശിയാണെന്നുള്ള ബോധം അവരെ ഭരിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി നമുക്ക് പുത്രന്മാർക്ക് ലഭ്യമായിരിക്കുന്ന പാപക്ഷമ, പാപത്തിനുള്ള സ്വാതന്ത്ര്യം, ദിവ്യ പ്രകൃതത്തിൻ്റെ പങ്കാളിത്തം, ജയജീവിതം, ആ അഭിഷേകത്തിൻ്റെ ശക്തിയോടെ പിതാവിനെ സേവിക്കുവാനായിട്ടുള്ള അവകാശം, ജീവൻ്റെ ശക്തിയാൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ടുള്ള അവകാശം, ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ ഉദ്ദേശങ്ങളും തങ്ങളുടെ തലമുറയിൽ നിവർത്തിക്കുവാനായിട്ടുള്ള പ്രത്യേക വിളി, ഈ അവകാശത്തെക്കാൾ കൊച്ചു കൊച്ചു ഗിഫ്റ്റ്സ്, ദാനങ്ങളാണ് അവരാഗ്രഹിക്കുന്നത്. മാത്രമല്ല, അവരുടെ ലൈഫ് ഡിവൈഡഡ് ആണ്. ദ്വയ വ്യക്തിത്വം അവർക്കുണ്ട്. ഭക്തിയുടെ ഒരു വ്യക്തിത്വമുണ്ട്, ഭക്തിയുടെ പുറത്ത് മറ്റൊരു വ്യക്തിത്വമുണ്ട്. സഭയിലൊരു വ്യക്തിത്വമുണ്ട്, അതിന് പുറത്തൊരു വ്യക്തിത്വമുണ്ട്. ശുശ്രൂഷയിലൊരു വ്യക്തിത്വമുണ്ട്, അവരുടെ ബിസിനസ്സിലും പണത്തിലും മറ്റൊരു വ്യക്തിത്വമുണ്ട്. ദേ ആർ സർവൻറ്റ് സൺസ്. മക്കളാണെങ്കിലും ദാസന്മാരെ പോലെ ജീവിക്കുന്നവരാണ്. അതെ, നമ്മുടെ യഥാർത്ഥ നമ്മുടെ വിളിയിലേക്ക്, മഹത്വത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പൗലോസ് പറയുന്നത്, ഡോണ്ട് ബി എ സർവൻറ്റ് എനിമോർ. ഇനിമേൽ നീ ദാസനല്ല, നീ പുത്രനാണ്. ഓർക്കുക, റൈസ് അപ്പ് ടു യുവർ സൺഷിപ്പ്. നിന്റെ പുത്രത്തിലേക്ക് എഴുന്നേൽക്കുക, നിന്റെ മഹത്വത്തിലേക്ക് നീ പ്രവേശിക്കുക. പുത്രന്മാരാണ്. ദാസനൊരിക്കലും പിതാവിൻ്റെ മഹത്വം പ്രതിബിംബിക്കാൻ കഴിയത്തില്ല. പിതാവിൻ്റെ ആ നേച്ചർ, പ്രകൃതം ദാസനെ നോക്കി അറിയത്തില്ല. എന്നൊരു മകനെ കണ്ടാൽ പിതാവിനെ പോലെയാണ് ഇരിക്കുന്നത്. യുവർ കോളിംഗ് ഈസ് ടു റിവീൽ, മാനിഫെസ്റ്റ് ദ നേച്ചർ ഓഫ് ഗോഡ്. ഒരു പുത്രൻ എന്നുള്ളതിൽ ദൈവത്തിൻ്റെ പ്രകൃതത്തെ വെളിപ്പെടുത്തുകയാണ് നിന്റെ വിളി എന്നുള്ളത്. ആ പിതാവിൻ്റെ അവകാശത്തിലേക്ക് നീ പ്രവേശിക്കുക. നിനക്കുള്ള ക്രിസ്തുയേശുവിലെ അതിമഹത്തായിരിക്കുന്ന, ധന്യമായിരിക്കുന്ന അവകാശങ്ങളിലേക്ക് നീ പ്രവേശിക്കുക. പിതാവിൻ്റെ താല്പര്യങ്ങൾ നിന്റെ ജീവിതത്തെ കണ്ടെത്തുക. സന്തോഷത്തോടുകൂടി അവനെ സേവിക്കുക. ഈ അതിമഹത്വമായിട്ടുള്ള ഈ സ്വർഗീയ ജീവിതത്തിൽ എൻജോയ് യുവർ ക്രിസ്ത്യൻ ലൈഫ്. നിന്റെ ക്രിസ്തു ജീവിതത്തെ ആസ്വദിക്കുക. പിതാവിനുള്ള ബന്ധത്തിൽ, കൂട്ടായ്മയിൽ, നിനക്കുള്ള അവകാശത്തിൽ, ഈ അതിമഹത്വമായിരിക്കുന്ന വിളിയിലും തിരഞ്ഞെടുപ്പിലും വാട്ട് എ ഗ്രേറ്റ് പ്രിവിലേജ്. യോഹന്നാൻ പറയുന്ന പോലെ, കാൺമീൻ, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എവറിത്തിങ് ഗോഡ് ഹാസ് ഗിവൺ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എത്ര മഹനീയമാണ്, എത്ര സന്തോഷിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റെല്ലാറ്റെയും വിട്ട് ഈ പിതാവിനെ സേവിപ്പാൻ എത്രയധികം അഭികാമ്യമായിരിക്കുന്ന കാരണങ്ങളാണ് നമുക്കുള്ളത്. ബി എ സൺ, ഒരു പുത്രനായി തിരിയാൻ, നോട്ട് എ സർവൻ, ഒരു ദാസനല്ല. റൈസ് അപ്പ് ടു യുവർ കോൾ. നിന്റെ വിളിക്കായിട്ട് എഴുന്നേൽക്കുക. ഈ അതിമഹത്വമായിരിക്കുന്ന ആഹ്വാനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തലയെ വണക്കിയ ശേഷം എന്നോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഈ മഹനീയമായിരിക്കുന്ന വിളിക്കായി സ്തോത്രം. സന്തോഷത്തോടെ അങ്ങ് സേവിപ്പാൻ, സംഗീതത്തോടെ അങ്ങ് സ്തുതിപ്പാൻ, ജീവിതം തന്നെയും ഒരു നൃത്തവും താളവും സംഗീതമായി അങ്ങനെ ഇഷ്ടം ചെയ്യുവാൻ മുൻപോട്ട് സഹായിക്കുക. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.